ജ്യേഷ്ഠനെ പരിഗണിക്കണം. എങ്ങനെ? ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം. പിന്നെ ജനങ്ങൾ പറയാം, ഉപ്പാനെ കാണുന്ന പോലെ കാണണം ജ്യേഷ്ഠൻ. ഓനങ്ങനെ ചെയ്തു വെച്ച് ഓനാ ആരാടാ പറഞ്ഞത്? ഇപ്പൊ നീ ആരാ പറഞ്ഞത്? ഇരട്ടകളായി ജനിച്ച രണ്ട് മഹാന്മാർ, അതിലെ ഇളയ മഹാന് പറയാ, ഞാൻ ഇന്നേ വരെ എന്റെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല, ഇന്ന് വരെ. എന്താ കാരണം? ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എന്റെ ഇക്കാക്കയുടെ വേക്കിലല്ലാതെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നോട് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ പറഞ്ഞതിന് ജ്യേഷ്ഠനാന്നുള്ള ബോധം വേണം. ഇതാണ് ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവര് വലിയ വയസ്സിന്റെ വ്യത്യാസം, ചെറിയ 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ജ്യേഷ്ഠൻ എന്താ വിളിച്ചത്? ജ്യേഷ്ഠത്തിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഉമ്മനെ പരിഗണിക്കുന്ന പോലെ കാണണം ജ്യേഷ്ഠത്തിയെ. നമ്മളെ അനുജനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി, ബിസിനസ് പൊട്ടി. ജ്യേഷ്ഠന്റെ പരിഗണന എന്താ വേണ്ടത്? ഒരു മോന് ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പവേ സ്ഥലം വിറ്റിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരൻ മുഴുവൻ ചൊറയും തീർക്കും, വിഷമം തീർക്കും എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ ജ്യേഷ്ഠൻ